ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയരെ, സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം നാം കടന്നു പോകുന്നത് സർ ഐസക് ന്യൂട്ടൻ, പ്രകൃതി നിയമങ്ങളുടെ ഉപജ്ഞാതാവ് എന്ന വിഷയത്തിന്മേലാണ്. ചില മനുഷ്യരുടെ ജീവിതം ഒരു പുസ്തകം പോലെയാണ്, നമുക്കറിയാം. അതിലെ ഓരോ അധ്യായവും ലോകത്തിൻ്റെ അറിവിനെ മാറ്റിമറിച്ച കണ്ടെത്തലുകളുടെ കഥ പറയും. കേവലം ഒരാപ്പിൾ തലയിൽ വീണപ്പോൾ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് ചിന്തിച്ച ഒരു മനുഷ്യൻ വെളുത്ത വെളിച്ചത്തിൽ നിറങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പ്രതിഭ, പ്രപഞ്ചം ഒരു വലിയ യന്ത്രമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ, അതെ, ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുകയും ലോകം പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും ചെയ്ത സർ ഐസക് ന്യൂട്ടൻ വെറും ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഗണിതശാസ്ത്രജ്ഞത്തിൽ അഗ്രഗണ്യൻ, തത്വചിന്തകൻ, പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച ഒരു ആത്മാന്വേഷി. അങ്ങനെ പോകുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സാധാരണ കുട്ടിയുടെ ജനനത്തിൽ നിന്ന് തുടങ്ങി എങ്ങനെ ഒരു യുഗത്തിൻ്റെ പേരായി മാറിയെന്ന് നമുക്ക് നോക്കാം. സമയം സാക്ഷി ആ മഹാപ്രതിഭയുടെ ജീവിത കഥയുടെ ഓരോ അധ്യായവും ഇന്ന് നമുക്ക് മുൻപിൽ തുറക്കുകയാണ്. ഐസക് ന്യൂട്ടൻ്റെ ജീവിതം ആരംഭിക്കുന്നത് 1643 ജനുവരി 4 ഇംഗ്ലണ്ടിലെ ലിങ്കൺ ഷെയറിലുള്ള ഊൾസ്തോർപ്പ് എന്ന ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ ഒരു ദുരന്തമായിരുന്നു, അങ്ങനെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ അകാലത്തിൽ എന്നാൽ ദുർബലനായി ഒരു കുഞ്ഞ് ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് 3 മാസം മുൻപ് പിതാവ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിട്ടത് പിതാവിൻ്റെ അതേ പേര് തന്നെയാണ്, ഐസക്. അങ്ങനെ പോകുന്നു ചില സങ്കട കഥകൾ. ന്യൂട്ടന് 3 വയസ്സുള്ളപ്പോൾ തൻ്റെ അമ്മ ഹന്ന ഐസ്കോപ്പ് വീണ്ടും വിവാഹം കഴിക്കുകയും ന്യൂട്ടനെ മുത്തശ്ശിയുടെ സംരക്ഷണയിലാക്കി പുതിയ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. ഈ ഒരു വേർപാട് മാതൃസ്നേഹം തനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ന്യൂട്ടൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമായി മാറി. ഒരു സ്നേഹമില്ലാത്ത ബാല്യം, ഒരു വാത്സല്യമില്ലാത്ത, ഒരു ഓമനത്വം ലഭിക്കാത്ത ആ ബാല്യം അദ്ദേഹത്തെ കൂടുതൽ ഉൾവലിഞ്ഞ സ്വഭാവക്കാരനാക്കി മാറ്റി. സ്കൂളിൽ അദ്ദേഹം അത്ര മിടുക്കനായിരുന്നില്ല, ഒരു അലസനായ വിദ്യാർത്ഥി. എങ്കിലും അദ്ദേഹത്തിന് യാന്ത്രിക ഉപകരണങ്ങളോട് വലിയ താല്പര്യമാണ് ഉണ്ടായിരുന്നത്. കാറ്റാടികളും സൂര്യഘടികാരങ്ങളും വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും എല്ലാം അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചു. അതായത് ആ വിദ്യാർത്ഥി സ്വന്തമായി നിർമ്മിച്ചു. തൻ്റെ 18ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ പഠിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ഒരു സാധാരണ വിദ്യാർത്ഥി ആയിട്ടാണ് അദ്ദേഹം അവിടെ പഠനം ആരംഭിച്ചത്. എന്നാൽ അവിടെയുള്ള പഠന രീതി അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അവിടുത്തെ പഠനം പ്രധാനമായും അരിസ്റ്റോട്ടിലിൻ്റെയും മറ്റു തത്വചിന്തകരുടെയും ഒക്കെ ആശയങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ഈ പരമ്പരാഗത രീതി അദ്ദേഹത്തിൻ്റെ അന്വേഷണ ത്വരയ്ക്ക് തടസ്സമാകുമെന്ന് അദ്ദേഹം പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ന്യൂട്ടൻ തൻ്റെ ക്ലാസ് മുറികളേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് ലൈബ്രറിയിലായിരുന്നു. സ്വയം പഠിക്കുന്നതിലൂടെയാണ് അദ്ദേഹം കൂടുതൽ അറിവ് നേടിയത്. റെനെ ദെക്കാർത്ത്, ഗലീലിയോ ഗലീലി, ജോഹാന്നാസ് കെപ്ലർ തുടങ്ങിയ പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുടെ രചനകൾ അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. പ്രകൃതിയെ ഗണിതശാസ്ത്രപരമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അക്കാലത്തെ പ്രൊഫസറായിരുന്ന
ഐസക് ബാരോയെ പോലെയുള്ളവർ ന്യൂട്ടൻ്റെ ഈ കഴിവ് തിരിച്ചറിഞ്ഞു. ന്യൂട്ടൻ പതിയെ പതിയെ ശ്രദ്ധേയനായ ഒരു വിദ്യാർത്ഥിയായി മാറി. ന്യൂട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത് 1665 ലണ്ടനിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടാൻ അധികാരികൾ തീരുമാനിച്ചു. ന്യൂട്ടൻ പഠനം നിർത്തി തൻ്റെ ഗ്രാമമായ ഊൾസ്തോർപ്പിലേക്ക് മടങ്ങി. ഒറ്റപ്പെട്ട ആ കാലഘട്ടം, പലർക്കും തീരെ വിരസമായി പോകാവുന്ന ആ കാലഘട്ടം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ കണ്ടുപിടുത്തങ്ങൾക്ക് വേദിയൊരുങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് ശാസ്ത്രീയ ചിന്തകളുടെ ഒരു പുതിയ ലോകം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തുറക്കുകയായിരുന്നു ആ കാലഘട്ടം. ഊൾസ്തോർപ്പിലെ ആ 2 വർഷങ്ങൾ 1665-66 കാലഘട്ടം ന്യൂട്ടൻ്റെ ജീവിതത്തിലെ അത്ഭുത വർഷം, അല്ലെങ്കിൽ ആനസ് മിറാബിലസ് എന്ന് അറിയപ്പെടുന്നു. ആനസ് മിറാബിലസ് എന്നത് ഒരു ലാറ്റിൻ പദമാണ്. ലോകം മുഴുവൻ മഹാമാരിയുടെ ഭീതിയിൽ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ മനസ്സ് പുതിയ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഈ ഒറ്റപ്പെടലിൻ്റെ കാലത്ത് തൻ്റെ 3 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് അദ്ദേഹം അടിത്തറയിട്ടു. ഒന്ന്, ഗുരുത്വാകർഷണ സിദ്ധാന്തം. ഈ കഥ നമ്മളെല്ലാം കൊച്ചുനാൾ മുതലേ കേട്ടിട്ടുണ്ട്. ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഐസക് ന്യൂട്ടൻ ആ മരത്തിൽ നിന്ന് ഒരാപ്പിൾ താഴേക്ക് വീഴുന്നു. ആ സമയം ന്യൂട്ടൻ ആലോചിച്ചു, എന്തിന് ആപ്പിൾ താഴേക്ക് വീഴുന്നു? ചന്ദ്രൻ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നില്ല? ഈ ലളിതമായ ചോദ്യം അദ്ദേഹത്തെ ഒരു വലിയ ചിന്തയിലേക്ക് നയിച്ചു. ഭൂമിയിലെ ഓരോ വസ്തുവിനെയും ആകർഷിക്കുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും മറ്റൊരു വസ്തുവിനെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണം എന്ന് അറിയപ്പെടുന്നത്. ആപ്പിളിനെ ഭൂമി ആകർഷിക്കുന്ന അതേ ശക്തി തന്നെയാണ് ചന്ദ്രനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത് എന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു. 2, വെളിച്ചവും നിറങ്ങളും. മറ്റൊരു വലിയ പരീക്ഷണം വെളിച്ചത്തെക്കുറിച്ചായിരുന്നു. ന്യൂട്ടൻ ഒരു മുറിയിലിരിക്കുന്നു. ഒരു ചെറിയ ദ്വാരത്തിലൂടെ വരുന്ന സൂര്യപ്രകാശത്തെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടു. വെളുത്ത പ്രകാശം കടന്നുപോയപ്പോൾ അത് 7 വ്യത്യസ്ത നിറങ്ങളായി മാറി. ഈ പരീക്ഷണം തെളിയിച്ചത് വെളുത്ത വെളിച്ചം ഒറ്റ നിറം അല്ല, മറിച്ച് വിവിധ നിറങ്ങളുടെ ഒരു കൂട്ടം ആണ് എന്നായിരുന്നു. ഈ കണ്ടെത്തൽ നമുക്കറിയാം ഒപ്റ്റിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് പുതിയ ദിശാബോധം നൽകി. 3, കലനം. ഈ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഗണിതശാസ്ത്രത്തിലായിരുന്നു. ചലനങ്ങളെയും മാറ്റങ്ങളെയും വേഗതയെയും കുറിച്ച് പഠിക്കാൻ നിലവിലുള്ള ഗണിതം അപര്യാപ്തമായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കി. അതിനാലാണ് അദ്ദേഹം ഡിഫറൻഷ്യൽ ഇൻ്റഗ്രൽ കലനം എന്ന 2 പുതിയ ശാസ്ത്രശാഖകൾ വികസിപ്പിച്ചത്. ചലനം, താപനിലയിലെ മാറ്റം, വൈദ്യുത പ്രവാഹം തുടങ്ങിയ അവയെ അളക്കാൻ കലനം ഒരു പുതിയ വഴി തുറന്നു. ഈ കണ്ടുപിടുത്തമാണ് പിന്നീട് പ്രപഞ്ചത്തെ ഗണിതശാസ്ത്രപരമായി മനസ്സിലാക്കുവാൻ ശാസ്ത്രലോകത്തെയും ശാസ്ത്രജ്ഞരെയും സഹായിച്ചത്. ന്യൂട്ടൻ ഈ കണ്ടെത്തലുകൾ അപ്പോൾ തന്നെ പ്രസിദ്ധപ്പെടുത്തിയില്ല. പലതും രഹസ്യമായി തൻ്റെ ഡയറി കുറിപ്പുകളിൽ സൂക്ഷിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ. ഊൾസ്തോർപ്പിലെ ആ അത്ഭുത വർഷങ്ങൾക്ക് ശേഷം ന്യൂട്ടൻ കേംബ്രിഡ്ജിലേക്ക് തിരികെ പോകുകയും പ്രൊഫസറായി നിയമിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തങ്ങൾ രഹസ്യമായി വച്ചതുകൊണ്ട് ശാസ്ത്രലോകം അദ്ദേഹത്തിൻ്റെ കഴിവിനെ പൂർണ്ണമായും ആ സമയം അറിഞ്ഞിരുന്നില്ല.
എന്നാൽ റോബർട്ട് ഹൂക്ക്, എഡ്മണ്ട് ഹാലി തുടങ്ങിയ ശാസ്ത്രജ്ഞർ ന്യൂട്ടനോട് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് തൻ്റെ സിദ്ധാന്തം പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ ഫിലോസഫിയെ നാച്ചുറാലിസ് പ്രിൻസിപ്പിയെ മാത്തമാറ്റിക്ക എന്ന പുസ്തകം 1687 പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചലന നിയമങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ന്യൂട്ടൻ തൻ്റെ 3 ചലന നിയമങ്ങൾ വിശദീകരിച്ചു. ഒരു വസ്തുവിൻ്റെ ചലനം, ഒരു ശക്തി അതിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ഓരോ പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന തത്വം എന്നിവയെല്ലാം ഈ നിയമങ്ങളിൽ ഉണ്ട്. ഗുരുത്വാകർഷണ നിയമം, ഈ പുസ്തകത്തിൽ അദ്ദേഹം ഗുരുത്വാകർഷണ നിയമം ഗണിതശാസ്ത്രപരമായി തെളിയിച്ചു. ഈ പുസ്തകം ശാസ്ത്രലോകത്ത് ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അതോടെ ന്യൂട്ടൻ്റെ ആശയങ്ങൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു. പിന്നീട് ന്യൂട്ടൻ അക്കാദമിക് ജീവിതത്തിൽ നിന്ന് മാറി പൊതുജീവിതത്തിലേക്ക് കടന്നു. 1696 അദ്ദേഹം ലണ്ടനിലെ റോയൽ മിൻറ്റിൻ്റെ വാർഡനായി ചുമതലയേറ്റു. അവിടെ കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നവരെ പിടികൂടുന്നതിലും സാമ്പത്തിക രംഗത്തെ ക്രമപ്പെടുത്തുന്നതിലും വലിയ പങ്ക് വഹിച്ചു. 1703 അദ്ദേഹം റോയൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1705 ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ആൻ രാജ്ഞി അദ്ദേഹത്തിന് സർ പദവി നൽകി ആദരിച്ചു. ഐസക് ന്യൂട്ടൻ ജീവിച്ചിരുന്നത് 300 വർഷം മുൻപാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഇന്നും പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിലൂടെയാണ് ഇന്നും ലോകം മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം ഇന്നും പ്രസക്തമാണ്. കാരണം നമ്മൾ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കുമ്പോഴും ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം കണക്കാക്കുമ്പോഴും വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും ന്യൂട്ടൻ്റെ നിയമങ്ങളാണ്, പ്രത്യേകിച്ച് ചലന നിയമങ്ങളാണ് അടിസ്ഥാനം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിച്ചെങ്കിലും ഭൂരിഭാഗം സാധാരണ ഉപയോഗങ്ങളിലും ന്യൂട്ടൻ്റെ നിയമങ്ങൾ ഇന്നും പ്രസക്തമാണ്, പൂർണ്ണമായും ശരിയാണ്. അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഗ്രാവിറ്റേഷനാണ് ഇന്നും നമ്മൾ ബഹിരാകാശ യാത്രകൾക്ക് കൂടുതലും ഉപയോഗിക്കുന്നത്. ശാസ്ത്രീയ സമീപനത്തിൻ്റെ പിതാവ് എന്ന് ഉപയോഗിക്കുന്നു. പൂർണ്ണമായും ശരിയാണ്. അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഗ്രാവിറ്റേഷനാണ് ഇന്നും നമ്മൾ ബഹിരാകാശ യാത്രകൾക്ക് ഉപയോഗിക്കുന്നത്. ശാസ്ത്രീയ സമീപനത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടി വരും. കാരണം ന്യൂട്ടൻ ഒരു കണ്ടുപിടുത്തക്കാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ചിട്ടയായ ശാസ്ത്രീയ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായിരുന്നു. ഒരു വിഷയത്തെ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഗണിതശാസ്ത്രത്തിലൂടെയും മാത്രം വിലയിരുത്തുന്ന രീതി അദ്ദേഹമാണ് ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത്. ഇന്ന് നമ്മൾ പിന്തുടരുന്ന ശാസ്ത്രീയ രീതിയുടെ അടിത്തറയാണ് ന്യൂട്ടൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇട്ടത് എന്ന് സാരം. പ്രിയരെ, ഇനി നമ്മുടെ സമയം സാക്ഷ്യപ്പെടുത്തുന്നത് ന്യൂട്ടൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. ന്യൂട്ടൻ ഒരു വലിയ ശാസ്ത്രജ്ഞൻ ആയിരുന്നതുപോലെ തന്നെ ആഴമായ വിശ്വാസമുള്ള ഒരു ക്രിസ്ത്യാനിയും കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ശാസ്ത്രവും വിശ്വാസവും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളായിരുന്നില്ല. മറിച്ച് ശാസ്ത്രം ദൈവത്തിൻ്റെ സൃഷ്ടിയെ മനസ്സിലാക്കാനുള്ള ഒരു കേവല വഴിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഈ പ്രപഞ്ചം ഇത്ര കൃത്യമായ നിയമങ്ങളോടെ പ്രവർത്തിക്കുന്നു എങ്കിൽ
അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു. ബൈബിളിനെക്കുറിച്ചും പുരാതന ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തി. പ്രിൻസിപ്പിയ എന്ന പുസ്തകത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തൻ്റെ മതപരമായ പഠനങ്ങൾ എന്നും അദ്ദേഹം കരുതിയിരുന്നു. ഒരു യന്ത്രത്തെ ഉണ്ടാക്കിയ ഒരു എൻജിനീയറെ പോലെയാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു. അതുകൊണ്ട് ശാസ്ത്രത്തെയും ആത്മീയതയെയും വേർതിരിച്ച് കാണുവാൻ ന്യൂട്ടൺ തയ്യാറായിരുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രവും മതവും തമ്മിലുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും വർദ്ധിക്കുമ്പോൾ ന്യൂട്ടൻ്റെ ജീവിതം നമുക്കൊരു വലിയ പാഠം നൽകുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു വലിയ ശാസ്ത്രജ്ഞനും അതേസമയം ആഴമായ വിശ്വാസിയുമാകാൻ സാധിക്കും എന്ന്. അതുകൊണ്ട് ഐസക് ന്യൂട്ടൻ വെറുമൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഭൗതികവും ആത്മീകവുമായ രഹസ്യങ്ങൾ തേടിയ ഒരു മഹാസഞ്ചാരി തന്നെയായിരുന്നു. 1727 മാർച്ച് 31 തൻ്റെ 84-ാമത്തെ വയസ്സിൽ സർ ഐസക് ന്യൂട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തെ വെസ്റ്റ് മിനിസ്റ്റർ ആബേയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ന്യൂട്ടൻ്റെ ജീവിതം ഒരുപാട് പ്രതിഭകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഭൗതിക ശാസ്ത്രത്തിൻ്റെയും ഗണിതത്തിൻ്റെയും അടിസ്ഥാനമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമം, ഒപ്റ്റിക്സ്, കലനം എന്നീ കണ്ടുപിടുത്തങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. പ്രിയരെ, ന്യൂട്ടൻ്റെ ആശയങ്ങൾ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ ന്യൂട്ടോണിയൻ വിപ്ലവം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു. പ്രപഞ്ചം ഒരു വലിയ യന്ത്രമാണ് എന്നും അതിലെ ഓരോ ചലനങ്ങളെയും ഗണിതശാസ്ത്രപരമായ നിയമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നും അദ്ദേഹം തെളിയിച്ചു. ഏകദേശം 300 വർഷത്തോളം ഈ തത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം വരുന്നത് വരെ ന്യൂട്ടൻ്റെ നിയമങ്ങളാണ് പ്രപഞ്ചത്തെ ഭരിച്ചത്. ന്യൂട്ടൻ്റെ ശാസ്ത്രീയ കണ്ടെത്തലുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. തൻ്റെ കണ്ടെത്തലുകൾ വേഗത്തിൽ ലോകത്തോട് പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കടലിൻ്റെ തീരത്ത് കളിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്. കയ്യിൽ ഒരു ചെറിയ കക്കയോ ഒരു മനോഹരമായ കല്ലോ കിട്ടുമ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എന്നാൽ എൻ്റെ മുന്നിൽ സത്യത്തിൻ്റെ ഒരു മഹാസമുദ്രം ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നാണ്. ന്യൂട്ടൻ ഒരു യുഗത്തിൻ്റെ പേരാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ നായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്നും നമ്മുടെ പഠനങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. നമ്മെ വല്ലാതെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ യുക്തിയുടെ അന്വേഷണ ത്വരയുടെ വിജയമാണ് ഐസക് ന്യൂട്ടൻ്റെ ജീവിതം. ന്യൂട്ടോണിയൽ വിപ്ലവത്തിൻ്റെ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ ഐസക് ന്യൂട്ടനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ഇന്നത്തെ സമയം സാക്ഷി ഇവിടെ പൂർണ്ണമാകുന്നു. സമയത്തിൻ്റെ ഏറെ സംഗതമായ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.